അരുണാചലിലെ സഭ ഫ്രഞ്ച് മിഷണറീസായ ഫാദേഴ്സ് ക്രിക്ക് ആൻഡ് ബോറി ഇവരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ അവരെ വിശുദ്ധരാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും മുമ്പോട്ട് പോകുന്നത്. 1854 അവർ സോം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വെച്ച് വധിക്കപ്പെട്ടത്. അറിവനുസരിച്ച് അന്ന് ഈ ഗ്രാമം ഇന്ത്യയിലായിരുന്നു, ഇന്ത്യയുടെ അതിർത്തിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ അടക്കിയിരിക്കുന്ന സ്ഥലം അത് തന്നെ സോം എന്ന് പറയാം. അതിപ്പോൾ ടിബറ്റിലാണ്, ചൈനയിലാണ്. അവിടുത്തെ ആളുകൾ ഇപ്പോഴും ഇവരുടെ സകല കഥകളും അറിയുന്നുണ്ട്. ഇവരെ അടക്കിയ സ്ഥലം ഇപ്പോഴും അവർ മാനിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നത് ഇവരെ അടക്കിയ ആ സ്ഥലത്ത് ഇവരുടെ കയ്യിലിരുന്ന ഈ വെള്ളം, ഹോളി വാട്ടറിൻ്റെ കുപ്പി അവരുടെ കയ്യിൽ അടക്കി. അതുകൊണ്ട് അവരെ അടക്കിയിരിക്കുന്ന കുടീരത്തിൽ നിന്ന് ഇപ്പോഴും ഒരു അരുവി നിൽക്കാതെ ഒഴുകുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്കാർക്കും അവിടെ പോയി കാണാനുള്ള ഈ ബോർഡർ അത്രയും വളരെ ടൈറ്റായിട്ട് സീൽ ചെയ്തിരിക്കുന്ന കാരണം നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇവരുടെ ജീവിതം ആദ്യ കാലങ്ങളിൽ മുതൽ 14-ാം നൂറ്റാണ്ട് മുതൽ ലോകത്തിൻ്റെ കിരീടമായിട്ടാണ് ടിബറ്റിനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അന്ന് ലോകത്തിലെ സഭയിൽ, ആഗോള സഭയിൽ മിഷണറി പ്രവർത്തനം ഏറ്റവും വിജയകരമായിട്ട് യൂറോപ്പിൽ അവർ കണ്ടുകൊണ്ടിരുന്നത് ടിബറ്റിൽ പോയി സുവിശേഷം പ്രസംഗിക്കുക, അവിടെ ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കുക, അല്ലെങ്കിൽ അവിടെ സുവിശേഷവൽക്കരിക്കുക. ചരിത്രമനുസരിച്ച് 1600-കളിൽ ടിബറ്റിൽ, പ്രത്യേകിച്ച് ലാസ, ടിബറ്റിൻ്റെ തലസ്ഥാനത്ത് വലിയൊരു 50-ൽ പരം വീട്ടുകാരുള്ള ഒരു കത്തോലിക്ക സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴത് കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. അതുപോലെ അന്നത്തെ മിഷണറിമാർ 1600-കളിൽ ഇറ്റലിയിൽ നിന്ന് വലിയൊരു മണി കൊണ്ടുവന്ന് അവിടുത്തെ പള്ളിയിൽ കെട്ടിയിരുന്നു. ആ മണി എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അടിക്കുമായിരുന്നു. ഇപ്പോൾ ആ മണി എവിടെയാണ്, എങ്ങനെ പോയി എന്ന് പോലും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ദ ബെൽ ഓഫ് ലാസ എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും ഒരു ഡോൺ ബോസ്കോ അച്ഛൻ നേപ്പാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവരെപ്പറ്റി പറഞ്ഞാൽ ഇവർ ടിബറ്റിന് പോകാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ നോർത്ത് ഈസ്റ്റ് മിഷനും ടിബറ്റും, അന്നത്തെ ആസാം മിഷനും ടിബറ്റും ഇവരെ ഈ ഫോറിൻ മിഷണറീസ് ഓഫ് പാരീസിനാണ് ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ലാസ ഒരു വികാരിയേറ്റായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ക്രിക്ക് 1850-ൽ ഗൗഹാത്തി വന്നത് ടിബറ്റിന് പോകാനായിട്ടാണ്, ഈ വികാരിയേറ്റ് വഴി. കാരണം അവർ ഈ ഫോറിൻ മിഷണറീസ് തന്നെ നേപ്പാളിൽ കൂടെയും തായ്ലൻഡിൽ കൂടെയും, അതായത് ഹിമാലയത്തിൻ്റെ അങ്ങേ ചെരുവിൽ കൂടി ടിബറ്റിൽ കടക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും വിജയകരമായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് ക്രിക്ക് എന്നാൽ ആരും ട്രൈ ചെയ്യാത്ത ഈ സൈഡിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ അരുണാചലിൽ കൂടി പോകാനുള്ള ശ്രമത്തിലാണ് വന്നത്. ഗൗഹാത്തിയിൽ 1 വർഷം താമസിച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട ശേഷം അദ്ദേഹം ഡിബ്രുഗാർ വന്ന് അന്നത്തെ സാദിയ പോയി, ലോഹിത്പൂർ വഴി പോയി റീമ എന്ന് പറഞ്ഞ ടിബറ്റിലെ ഒരു രാജ്യത്ത് ചെന്നു. നമ്മുടെ ഇന്നത്തെ സംസ്ഥാനങ്ങൾ പോലെ, അല്ലെ പണ്ടത്തെ ഇന്ത്യയിലെ ചെറിയ രാജ്യങ്ങൾ പോലെ റീമ ഒരു ചെറിയ രാജ്യമായിരുന്നു. അവിടെ പോയി അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് താമസിച്ചത്. 1 മാസത്തിൽ കൂടുതൽ ചിലവഴിച്ചപ്പം അവിടുത്തെ രാജാവും രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള പലരും അദ്ദേഹവുമായിട്ട് വളരെ അടുത്തു. അതുകൊണ്ട് പിന്നെ അദ്ദേഹം കുറച്ചുനാൾ അവിടെ നിന്നിട്ട് തിരിച്ച് ഗൗഹാത്തിക്ക് പോയി വേറൊരു അച്ഛനോട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഒരച്ഛൻ അവിടുന്ന് ഫ്രാൻസിൽ നിന്ന് പുത്തുംകുർബാന ചൊല്ലി ഉടനെ പട്ടം കിട്ടിയ ഉടനെ 26-27 വയസ്സുള്ള ഫാദർ ബോറി ഗൗഹാത്തിലെത്തിയിരുന്നു. ക്രിക്ക് അവിടെ ചെന്ന് ഈ അച്ഛനെയും കൂട്ടി രണ്ടാമത്തെ യാത്ര 1854-ൽ അവിടുന്ന് തുടങ്ങി. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നമ്മളെപ്പോലെ അല്ലാതെ സകല കാര്യവും എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഡയറി, ഫാദർ ക്രിക്കിൻ്റെ ഡയറി ഒരു 500 പേജിൽ കൂടുതലുണ്ട്. അതുപോലെ എല്ലാ ശനിയാഴ്ചയും അവർ
ബ്രിട്ടീഷ് ആർമിയുടെ റണ്ണേഴ്സ് വഴി ഒരു എഴുത്ത് അവരുടെ പാരീസിലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാരീസിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും എഴുത്ത് കിട്ടുന്നത്. പക്ഷേ ആ ഡേറ്റ് വെച്ച് ഒരെഴുത്ത് അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു ബ്രിട്ടീഷ് ആർമി വഴി. അങ്ങനെയാണ് നമുക്ക് അവരെപ്പറ്റി എല്ലാം അറിയാൻ സാധിക്കുന്നത്. 1854 ജൂലൈ 31 എഴുതിയ എഴുത്താണ് നമുക്കുള്ളതിലെ ഏറ്റവും ലാസ്റ്റ് എഴുത്ത്. ആ എഴുത്തിൽ ഫാദർ ക്രിക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ സോം എന്നൊരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ എൻ്റെ കമ്പാനിയൻ ബോറി അസുഖമായിട്ട് കിടക്കുവാണ്. പക്ഷേ ഞങ്ങളുടെ കണക്കൂട്ടലനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ശരിയായിക്കോളും. അതുകൊണ്ട് ഞങ്ങൾ 3-ാം ദിവസം ഇവിടുന്ന് യാത്ര തിരിച്ച് ടിബറ്റിലേക്ക് പോകും എന്നുള്ളതാണ് ആ എഴുതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഓഗസ്റ്റ് 2 ഇവരെ വധിക്കപ്പെട്ട ദിവസം. കാരണം ആ 31 ശേഷം നമുക്കൊരു വാർത്തയില്ല അവരിൽ നിന്ന്. പിന്നെ ഈ എഴുത്തുകൾ വായിക്കുമ്പോൾ ഞങ്ങൾ ആ കുറേ എഴുത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇവരുടെ കേസ്. ആ എഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇവരുടെ മിഷനറി താല്പര്യത്തെപ്പറ്റി നമുക്കൊരിക്കലും സംശയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇവർ ഈ മഴ, തണുപ്പ് എല്ലാം അതിജീവിച്ച് പോയെങ്കിലും ഒരിക്കലും അവരുടെ കുർബാന മുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഒരു കല്ലിൻ്റെ മുകളിൽ ചെറിയ തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ കുർബാന ചെല്ലുന്ന കാര്യം ക്രിക്ക് ഡയറിയിലും എഴുത്തുകളിലും വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ പറയും അവരെ നമ്മൾ ഇന്ത്യയിൽ വിശുദ്ധരായിട്ട് എന്തിനാണ് കണക്കാക്കുന്നതെന്ന്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പല ഗ്രാമങ്ങളിലും അവരാദ്യമേ ക്രിക്ക് താമസിച്ചത് 1 വർഷത്തോളം മെബോ എന്ന് പറഞ്ഞ ഒരു ആദി ഏരിയയിലാണ് താമസിച്ചത്. അവിടെ അനേകം പേർക്ക് മരുന്ന് കൊടുത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടുന്ന് ടിബറ്റിലേക്ക് വേറെ വഴി പോകാനായിട്ട് പ്ലാനിട്ടപ്പം അവിടുത്തെ ആദി ലീഡേഴ്സ് എല്ലാം അദ്ദേഹത്തോട് പോകരുത് എന്ന് കരഞ്ഞ് പറഞ്ഞ റെക്കോർഡ് നമുക്കുണ്ട്. പക്ഷേ ഞാൻ വന്നത് ടിബറ്റ് ചെന്നപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പലയിടത്തും കയ്യിലിരുന്ന് മരുന്ന് കൊടുത്ത് ആൾക്കാരെ സുഖപ്പെടുത്തിയിട്ടായിട്ട് നമുക്ക് അറിവുണ്ട്. ഈ അരുണാചലിലെ ഏറ്റവും പേരുകേട്ട എഴുത്തുകാരി മമങ് ദായ് വളരെ റിസർച്ച് ചെയ്തതിന് ശേഷം കൽക്കട്ട സെൻട്രൽ ലൈബ്രറി, ഫ്രഞ്ച് ആർക്കൈവ്സ് ഇവിടെ എല്ലാം പഠിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിലും ഈ കഥ ഒരു നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പുസ്തകം ഒരു നോവലാണ്. ഈ നോവലിലും ആ സ്ത്രീ ഇവരെപ്പറ്റി ഇവരുടെ സകല കാര്യങ്ങളും വളരെ നന്നായിട്ട് പറയുന്നു. അതുപോലെ പുള്ളിക്കാരത്തിയുടെ അവസാന ഒരു പാരഗ്രാഫാണ്. അതിൽ പറയുന്നു, ഞാൻ ഈ റിസർച്ച് എല്ലാം കഴിഞ്ഞ് പോന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെപ്പറ്റി ഇനി ആരും അറിയത്തില്ല, ഇവർ വെറും ചരിത്രം അറിയാത്തൊരു ചരിത്രമായിട്ട് അടിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ച് ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ തെജുവിലെത്തുമ്പോൾ കാണുന്നത് ക്രിക്ക് ആൻഡ് ബോറി കടകൾ, സ്കൂൾ ബസ്സുകൾ, പിന്നെ സ്കൂൾ തന്നെ. അപ്പോൾ എനിക്കൊരാശ്വാസമായി, ഇവരുടെ ഓർമ്മ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതോടുകൂടി ആണ് ഞാൻ ഈ പുസ്തകം നിർത്തുന്നതെന്ന് ആ സ്ത്രീ ദ ബ്ലാക്ക് ഹിൽസ് എന്ന് പറഞ്ഞ നോവലിനകത്ത് പറയുന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ വിശുദ്ധരാക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ റോമിൽ നിന്ന് അവർ ഇതിനെപ്പറ്റി യാതൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ല. ഇത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ ആ മിഷൻ ജീവിതത്തെപ്പറ്റിയാണ് പറയുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അവർ പോകുന്ന വഴിക്ക് ജൂലൈയിൽ അവിടെ മലമുകളിൽ വലിയ ചൂടില്ലെങ്കിലും പക്ഷേ ആവിയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഇവർ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മരം വെട്ടുന്ന വഴിക്ക് ഒരു മരം അദ്ദേഹത്തിൻ്റെ ശരീരത്ത് വീണ് ആ ഒരു സൈഡിലെ മുഴുവൻ തൊലി ഉരിഞ്ഞിപ്പോയി. അവിടെ മരുന്നൊന്നുമില്ലാതെ അന്ന് ഡെറ്റോൾ തുടങ്ങിയിട്ട് പോലുമില്ല. ഈ മനുഷ്യൻ അങ്ങനെ പൊഴുത്തിരിക്കുമ്പോഴാണ് അവിടുത്തെ വില്ലേജ് തലവൻ ഈ ക്രിക്കിനോട് പറയുന്നത്, നിനക്കൊരു ചാൻസ് ഉണ്ട്, ഈ മനുഷ്യനെ സുഖപ്പെടുത്തുക ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിനി ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകത്തില്ല.
ബുക്രിക്ക് അതിനകത്ത് എഴുതുന്നു, ഇത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ അപ്പം ഉറക്കം വന്നിട്ടില്ല. ഏതായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ ക്ലീൻ ചെയ്തു, ഡ്രസ്സ് ചെയ്തു, എന്നിട്ട് രാത്രി കിടന്നു. പക്ഷേ എനിക്കൊരു മിനിറ്റ് ഉറങ്ങാൻ സാധിച്ചില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ എൻ്റെ മനം നൊന്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം പിന്നെയും ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് അഴിച്ചപ്പം അതിൽ ഓൾറെഡി നല്ല ഒരു ശതമാനം ഹീലിംഗ് ആയിട്ടുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് ആ മനുഷ്യൻ ഫുൾ റിക്കവർ ചെയ്തു. അതോടുകൂടി ആളുകൾ നമുക്ക് വളരെ സപ്പോർട്ടായി. ഇനി അവരെ ഇവർ ബാപ്റ്റിസം നടത്തിയല്ലോ നമുക്ക് യാതൊരു ഇതും, കാരണം അവരെഴുതി കാണിയല്ല, നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇങ്ങനെ ഇവർ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ നാമം എടുത്ത് അവരെ അവിടെ സകലവിധ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചും ഈ ഒരു ഹീലിംഗ് ദൈവത്തിൻ്റെ ശക്തി അല്ലായിരുന്നെങ്കിൽ നടക്കത്തില്ല. കാരണം ഇങ്ങനെയൊരു കേസ് ഒരാഴ്ച കൊണ്ടൊന്നും നടക്കാൻ പോകുന്ന കേസില്ല, പക്ഷേ അത് നടന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ എഴുത്തുകളിലുണ്ട്, ഡയറിയിലുണ്ട്. 170 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വേറൊരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടോ കഴിയുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അരുണാചലിലെ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റോമിലെ വത്തിക്കാൻ ഡിസ്ട്രിക്ട് ഡിക്കാസ്ട്രി ആണെങ്കിലും ഇതിന് കോപ്പറേറ്റ് ചെയ്യുന്നു. ഞങ്ങളിത് ഉള്ള നേരത്തെ സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് വേറൊരു കാര്യം കൂടിയാവും. അവർ നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ മാർട്ടേഴ്സായിട്ട് വരും, ഒന്നാമത്. രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ സഭ അത്രയും പഴക്കമുണ്ടെന്നും ഒരു തെളിവ് ആയി വരും ഇവരുടെ ഇവിടുത്തെ പ്രസൻസ്.